അങ്ങനെ ഞായറാഴ്ച രാവിലെ നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ പോവാണ്. ഞാൻ എഴുന്നേറ്റു. ഇനി മോനുകുട്ടനെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കട്ടെ. മോനുകുട്ടോ, മോനു 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 എഴുന്നേക്ക്, പള്ളിയിൽ പോകണം. വാ കുഞ്ഞേ, എഴുന്നേക്ക്. വീഴും. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ പ്രസന്നമായ അന്തരീക്ഷമായിരുന്നു. മോനുകുട്ടൻ ബ്രഷ് ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചായ ഇടാമെന്ന് വിചാരിച്ചു. ചായയല്ല, കാപ്പിയാണ് കേട്ടോ. എനിക്കും മോനുകുട്ടനും കൂടി ബ്രൂ കാപ്പി എടുക്കും. ചായ കാപ്പിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല. നമുക്ക് നമ്മുടെ മസാല ചായ ആണെന്നുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. അപ്പം ചായ ഇടുകയാണെന്നുണ്ടെങ്കിലും കാപ്പി ഇടുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുടിക്കാൻ പറ്റും. സാധാരണ തേയിലയിട്ട് ചായ കുടിക്കുമ്പോഴാണ് പ്രശ്നം. ചായയുടെ കൂടെ ഒരു അരമുറി കുബൂസും ഒക്കെ എടുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങാൻ തുടങ്ങി. മോനുകുട്ടൻ ഇന്ന് സൺഡേ സ്കൂളുണ്ട്. കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂളൊന്നും ഇല്ലായിരുന്നു. അതിന് മുമ്പത്തെ ആഴ്ചയിലും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഓണപ്പരിപാടിയായിരുന്നു. എൻ്റെ ചായ കുടി സ്ഥിരം ഈ കൊരണ്ടിയിലാണ് കേട്ടോ. കൊരണ്ടിയാണ് എൻ്റെ വീക്ക്നെസ്. അതിലിരുന്ന് ചായ കുടിക്കുന്നതും ചോറുണ്ണുന്നതുമൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ സുചേച്ചി തയ്ച്ച് തന്ന വെള്ള ഉടുപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു ലൈറ്റ് യെല്ലോ കളറ് ലെഗിൻസും ഒരു ഷാൾ ഞാൻ അല്ലാതെ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിലിതാ ഇതുപോലെ യെല്ലോ പ്രിൻ്റ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യെല്ലോ കളർ പാൻറ്റൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി പോവാണ്. കുർബാനയ്ക്കൊക്കെ കൂടി മോനുകുട്ടനെ സൺഡേ സ്കൂളിനുമൊക്കെ ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നു. ഇനിയിപ്പോൾ മോനുകുട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ പറഞ്ഞു വിടാമെന്നുള്ള വിചാരത്തിലാണ് ഞാൻ വന്നത്. പള്ളി പോയിട്ട് വന്ന് മോനുകുട്ടൻ സൺഡേ സ്കൂളിലിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് പോരുന്നു. ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി. എന്താണെന്നറിയാമോ? ഇന്ന് നമ്മുടെ പള്ളിയിൽ സംയുക്ത പ്രാർത്ഥനാ യോഗത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പള്ളി കഴിഞ്ഞപ്പോൾ, കുർബാന കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ +1 +2 പഠിക്കുന്ന സമയത്താണ് നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് മാഗസിൻ ഇറക്കിയത്. അപ്പോൾ മാഗസിനകത്ത് കുട്ടികളുടെ കവിതയും കഥയും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെയും കഥയും കവിതയൊക്കെ പ്രസിദ്ധീകരിച്ചു. അതിന് ഏറ്റവും കൂടുതൽ എന്നെ ധൈര്യം തന്ന, എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു അധ്യാപകനെ പറ്റി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്യു സാർ എൻ്റെ മലയാളം അധ്യാപകനായിരുന്നു. മലയാളം ഡോക്ടറേറ്റ് എടുത്ത സാറാണ്. മാഗസിൻ ഇറക്കുന്നുണ്ട്, അതിനകത്തേക്ക് ജിൻസിയുടെ കഥയും കവിതയും വേണമെന്ന് പറഞ്ഞ് എനിക്കങ്ങനെ ധൈര്യമൊന്നുമില്ലായിരുന്നു. ഞാനൊരു മത്സരത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എവിടെയെങ്കിലും പോയിരുന്ന് ഒരു ശല്യമില്ലാതെ ഒരു സദസ്സിനെ ഫേസ് ചെയ്യാതെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ അന്നൊക്കെ ചേർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മാഗസിനിലേക്ക് കഥയും കവിതയൊക്കെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞത് സാറാണ്. അങ്ങനെ ഞാൻ എഴുതി കൊടുത്തു. മാഗസിൻ വന്നപ്പോൾ സ്റ്റുഡൻറ് എഡിറ്റർ എന്നുള്ള ഒരു പോസ്റ്റിലാണ് എൻ്റെ ഫോട്ടോയൊക്കെ വന്നത്. എനിക്കത് കണ്ടപ്പോൾ അന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ കലവില സംസാരിക്കുന്ന ഒരു ആളേ അല്ലായിരുന്നു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്ടല്ലോ ഞാൻ എഴുന്നേറ്റ് നിന്നാൽ എനിക്ക് പേടിയാണ്. കുട്ടികളൊക്കെ നോക്കുന്നുണ്ടായിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് എനിക്ക് അതിൻ്റെ ആൻസർ ടീച്ചറിനോട് പറയാനുള്ള മടിയാണ്. ഒന്നാമത് സൗണ്ട് കുറയും. അങ്ങനെ അപ്പം ഇന്നത്തെയൊക്കെ ഒരു ഫാഷൻ ഉണ്ടല്ലോ, ഇൻട്രോവേർട്ടായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതായിരുന്നു ഞാൻ അന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ ഒരു മാഗസിൻ്റെ സ്റ്റുഡൻറ് എഡിറ്ററായിട്ട് മാറ്റിയെടുത്ത ഒരു അധ്യാപകനായിരുന്നു മാത്യു സാർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും ബഹുമാനിക്കുകയും എൻ്റെ മരണം വരെ മറക്കാൻ എനിക്ക് കഴിയാത്ത ഒരു അധ്യാപകനാണ് സാറേ. കാരണം എന്നെ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു എന്നിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവന്നത് സാറാണ്. അന്നേരം എനിക്ക് തോന്നി, അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇതൊക്കെ ആവാൻ പറ്റും, എൻ്റെ കഴിവുകൾ ലോകത്തോട് പറയാൻ എനിക്ക് പറ്റും, എന്നെ ആരെങ്കിലുമൊക്കെ പ്രശംസിക്കുന്നവരുണ്ടാവും, അപ്പോൾ എൻ്റെ കഴിവുകളെ ആരെങ്കിലുമൊക്കെ അംഗീകരിക്കുന്നവരുണ്ടാകുമെന്ന് എൻ്റെ മനസ്സിൽ ചിന്ത കൊണ്ടുവന്നത് സാറാണ്. അപ്പം സാറാണ് ഇന്ന് പള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് വന്നത്. സാറ് കാലിക്കറ്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് ഇപ്പം തുമ്പമൺ MGM സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. അപ്പോൾ സാറാണ് ഇന്ന് നമ്മുടെ പള്ളിയിൽ വന്നതും
പ്രഭാഷണം നടത്തിയത്. എനിക്ക് സാറിനെ കണ്ടപ്പോൾ മുതൽ എൻ്റെ കണ്ണ് നിറയും. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സാറ് കാലിക്കറ്റിലുണ്ടായിരുന്നപ്പം ഇടയ്ക്കൊക്കെ ടൗണിലൊക്കെ വെച്ച് എന്നെ കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഇപ്പൊ കുറേ ആയിട്ട് സാറിനെ കാണുന്നില്ല. അപ്പൊ ഇന്ന് വന്നപ്പോഴാണ് തുമ്പോണാണെന്നൊക്കെയുള്ള കാര്യം മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ കാണാത്തത്. എന്നാലും സാറ് FB-യിലൊക്കെ എൻ്റെ പോസ്റ്റുകളൊക്കെ കാണാറുണ്ട്, എഴുത്തുകളൊക്കെ വായിക്കും, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഒരുപാട് സന്തോഷവും, എനിക്കറിയില്ല അത് സന്തോഷമെന്നാണോ അതിന് പറയേണ്ടിയത്, സങ്കടമെന്നാണോ പറയേണ്ടിയത്. ഒത്തിരി എനിക്ക് ഒന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അന്നത്തെ ഒരു മനസ്സിൻ്റെ ഒരു എന്താ പറയുന്നത്, നമുക്ക് തന്നെയുള്ള ഒരു ആത്മസംതൃപ്തി കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇടപെടൽ കൊണ്ടാണ്. അപ്പം അത് എന്നും ജീവിതത്തിൽ എനിക്ക് ഓർക്കാൻ പറ്റുന്ന വലിയ സന്തോഷമുള്ള ഒരു കാര്യം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അധ്യായമാണ് +1 +2 കാലഘട്ടവും സാറിൻ്റെ ഒരു സപ്പോർട്ടും. അപ്പം എനിക്ക് മലയാളം ആയിരുന്നു ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തത്. അതിനകത്ത് ഉപന്യാസങ്ങളൊക്കെ എഴുതാൻ വരും. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ എഴുതി ഫലിപ്പിക്കുന്നത് കൊണ്ട് സാറിന് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും സാർ എന്നെ എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കും, ചിരിക്കും. പിന്നെ എനിക്ക് അത്രയും അടുപ്പമുള്ള അധ്യാപകർ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകർ തന്നെയായിരുന്നു. മാത്സിൻ്റെ ടീച്ചറിൻ്റെ നിന്നാണ് എനിക്ക് അടി കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ ടീച്ചറിൻ്റെയാണ്. ടീച്ചർ എലിസബത്ത് ടീച്ചറാണ്. ടീച്ചർ നമ്മുടെ പള്ളിയിൽ കൂടി നടക്കുന്നുണ്ട്. അപ്പം ടീച്ചറിനോടാണെങ്കിലും എനിക്ക് ഇപ്പോഴും ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അന്നത്തെ സ്കൂൾ കുട്ടിയാവുന്ന പോലെ തോന്നും, നെഞ്ചിടിക്കും, പേടിയാണ്. പക്ഷേ അങ്ങനെ എല്ലാ അധ്യാപകരോടും എനിക്ക് സ്നേഹവും ഇഷ്ടവും തന്നെയാണ് ഇന്നും എന്നും. എന്നെ വഴക്ക് പറഞ്ഞാലും എനിക്ക് അവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. 7 വർഷങ്ങൾക്ക് ശേഷം സാറിനോട് മിണ്ടാൻ പറ്റി. അതൊക്കെ ഇന്നത്തെ വലിയ സന്തോഷമാണ്. അതിൻ്റെ പ്രിയങ്ങളോട് ഞാൻ പങ്കുവെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. സാറിൻ്റെ അടുക്ക പോയി സംസാരിച്ചപ്പോൾ ഞാൻ +1-ലെ കുട്ടിയായി പോയി. സാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇവിടെയാണ് പള്ളിയിൽ വരുന്നതെന്നൊന്നും. അപ്പം എന്നോട് ചോദിച്ചു എന്തോ ഇവിടെ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെയാണ് കൂടി നടക്കുന്നത്. മോനുകുട്ടനെ വിളിച്ച് കാണിച്ചു. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വലിയ സന്തോഷമായിരുന്നു. എൻ്റെ പ്രിയങ്ങളെ ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഞാൻ മോനുകുട്ടനെ സൺഡേ സ്കൂളിൽ ഇരുത്തിയിട്ടാണ് വന്നത്. അപ്പം ഇനി ഒരു ഓട്ടോ പറഞ്ഞു വിടണം. ഞായറാഴ്ച അവധിയാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ചിലപ്പോൾ അച്ഛൻ വന്നേക്കും. സൺഡേ സ്കൂൾ കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചിലപ്പോൾ വന്നേക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് വാരിയൊക്കെ ഇടണം. മിറ്റം തൂത്തത് കൊണ്ട് അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോഴത്തേക്ക് അച്ഛൻ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടണം. പിന്നെ അമ്മ ഇന്ന് പള്ളിയിൽ പോയില്ല കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് വയ്യായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ അവിടെ വീടിനകം അങ്ങോട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്ത് വിളക്ക് കത്തിക്കുന്നിടമൊക്കെ തുടച്ച് വൃത്തിയാക്കിയത് കൊണ്ട് വയ്യാഴിയായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് പോയില്ല. അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് പള്ളിയിൽ നമ്മുടെ പ്രാർത്ഥന യോഗത്തിന് മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് ഫുഡൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ഉഴുന്നുവടയും ചായയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് കഴിച്ചു. ഒരു ഇഡലിയും ഒരു ഉഴുന്നുവടയും ഒരു കാപ്പിയും കുടിച്ചു. അതുകൊണ്ട് ഇന്നത്തെ രാവിലത്തേക്ക് അങ്ങ് പോയി. ഇനി ഉച്ചക്കലത്തേക്ക് ഇവിടെ ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അങ്ങ് ഓടിക്കും. ഉച്ച കഴിഞ്ഞ് ജാനിക്കുട്ടിക്ക് നമ്മുടെ പത്തനംതിട്ട ഒരു കുട്ടികളുടെ പാർക്കുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുവാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം മഴയൊന്നും ഇല്ലെങ്കിൽ എല്ലാവരെയും കൂടെ നമ്മൾ പാർക്കിലൊന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുവാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് വേറെ പോകാനൊന്നും ഇടമില്ലല്ലോ. ഒരു കടൽ തീരമൊക്കെ ഉള്ള സ്ഥലത്തായിരുന്നെങ്കിൽ നമുക്ക് വൈകിട്ട് ബീച്ചിലൊക്കെ പോയി വെറുതെ കപ്പലിൻ്റെയൊക്കെ കുറച്ചിരിക്കായിരുന്നു. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല. അപ്പം ചിലപ്പം അവിടെ വരെ പോകും, മഴയില്ലെങ്കിൽ. ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവും. അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടട്ടെ. പിന്നെ എന്താ പറയുന്നത്, എന്തുവാ, വേറൊന്നുമില്ല. ഹാപ്പി ഫിസ് വേണം. പാല് എടുക്കാനില്ലയോ? ഇപ്പൊ കുടിക്കാൻ 10-ന്റെ പോരെ? ഏതാ? അവരാണ്.
ഓട്ടോ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ പോയി മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് വന്നു. അവിടെ ഒരു കടയിൽ കയറിയതായി മുട്ടായി മേടിച്ചു. ഇത് ഞാൻ കണ്ടിട്ട് പോലുമില്ല. മോനുകുട്ടൻ അത് വേണമെന്ന് പറഞ്ഞ് ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. കാണിച്ച് കൊള്ളാം. അപ്പോൾ ഞാൻ മോനുകുട്ടനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചു കേട്ടോ. അച്ഛന് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് മോനുകുട്ടൻ റോഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ അച്ഛൻ വന്ന് വീട്ടിൽ വന്ന് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് പ്രാർത്ഥനയൊക്കെ കഴിച്ച് അച്ഛൻ പോയി. കുറവുണ്ട്. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ രാവിലെ പാർക്കിൽ പോകുന്ന കാര്യം നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. ജാനിക്കുട്ടി വിളിച്ച് ചോദിച്ചപ്പോഴാണ് പോകുന്നതെന്നൊക്കെ. 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാമെന്നൊക്കെയുള്ള തീരുമാനത്തിലൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു. മോനുകുട്ടൻ ഇവിടെ ഒരു ബുക്ക് എടുത്ത് വരയും കുരയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അച്ഛൻ വന്നപ്പം മോനുകുട്ടനോട് ചോദിച്ചു ഇപ്പോൾ വരപ്പൊന്നും ഇല്ലേന്ന്. കാരണം ഭിത്തിയിലെല്ലാം വരച്ചു വെച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ടാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇപ്പം ബുക്കിനകത്താണ് വരയെന്ന്. പിന്നെ ഒരു 1:30 കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കൂട്ടാനൊക്കെ കൂട്ടി ഞാൻ ഇച്ചിരി ചോറെടുത്തുകൊണ്ട് മോനുകുട്ടന് വേണ്ടാന്ന് പറഞ്ഞ്. എന്നിട്ട് നമ്മൾ പാർക്കിൽ പോകാനൊക്കെ റെഡിയായി. പക്ഷേ ഇടി മുഴക്കി ഭയങ്കര മഴക്കോളും. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തി. കാരണം കുഞ്ഞോനെ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഞ്ഞോൻ നനയുമല്ലോ. അതുകൊണ്ട് ആ ഒരു യാത്ര നമ്മളങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് അമ്മയുടെ അടുത്ത് കയറി അമ്മയ്ക്ക് ഇച്ചിരി ഐസ്ക്രീം കൊണ്ട് കൊടുക്കാൻ പോയതാണ്. എന്നിട്ട് നമ്മൾ ജാനിക്കുട്ടിയുടെ അവിടോട്ട് പോവുകയാണ്. ഐസ്ക്രീം വീതിച്ച് അമ്മയ്ക്കുള്ളത് അവിടെ വെക്കുക മോനുകുട്ടൻ. ഞാനത് നോക്കാൻ പോയതാ. കൊടുക്കുന്നോ ഉണ്ടോ എത്ര കൊടുക്കുന്നോ എന്നറിയണ്ടേ. ഇവൻ വലിയ കള്ളനാ ഇവനെ. ഐസ്ക്രീമൊക്കെ കണ്ട ഇവൻ വലിയ കള്ളത്തരമൊക്കെ കാണിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് പേടിയാണ്. എന്നാലും ഇമ്മിണി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. ബാക്കി നമ്മൾ ജാനിക്കുട്ടിയുടെ അവിടോട്ട് കൊണ്ടുപോകാമെന്ന് എടുത്ത് കേട്ടോ. എന്താണ് വിശേഷം? വിശേഷം അതാ ഹായ്. ഓട്ടം തുടങ്ങി. മാസത്തിന്റെ ലാസ്റ്റ് ഞായറാഴ്ച ഞാൻ പറയുന്ന അവിടെ പോയി നല്ല സൂപ്പർ. എനിക്ക് അസുഖമില്ല വേറെ. നല്ല സദ്യ. ജാനിക്കുട്ടി 2 പ്രാവശ്യം പായസം നല്ല സദ്യയായിരുന്നു. എന്തോ ദഹിച്ചു. ഇവിടെ പോടാ നീ. ഞാൻ കല്യാണത്തിന് പോയി. അങ്ങോട്ട് എടുക്കടാ. വേറെ ചാറ്റോട്ട് എടുക്കും. അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും മാമി മാമി കണ്ടോ? ഞാൻ കാണിച്ചു ഒരു ചെടിയെ കളിച്ചാലോ. അങ്ങോട്ട് പോണ്ട. എന്തോ നാരകോ? മന്ദാരം ഇതിന്റെ പുളി. പുളിയൊന്നും അല്ല.
അപ്പോൾ മാമി ഗ്രാമസഭയ്ക്ക് പോയേക്കുമായിരുന്നു. ഗ്രാമസഭയൊക്കെ കഴിഞ്ഞ് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് മാമി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നിറച്ച് മഞ്ഞ പൂക്കളുണ്ടായി നിൽപ്പുണ്ട്. തെറ്റിപ്പോയെ നിറച്ചും ഉണ്ടായി നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ അത്രമാത്രം ലുക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇതിനകത്ത് എനിക്ക് അത്ര അങ്ങോട്ട് പോരാ. അത് എനിക്ക് അന്നേരം എല്ലാം മുത്തിനോട് അങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ചില വീഡിയോസൊക്കെ ക്ലാരിറ്റി കുറവാണെന്ന് പറയുന്നുണ്ട് ആരൊക്കെയോ. അപ്പോൾ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണോ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ആണോ എന്നറിയത്തില്ല. എനിക്കെന്തോ ഈ ഫോണിൽ അത്ര തൃപ്തി പോരാ. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇതിനകത്ത് എടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ തുടങ്ങി. പെരുമഴ. പെരുമഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ കേട്ടോ. ആ യെല്ലോ ലൈൻ നിൽക്കണം കേട്ടോ. കേട്ടോടാ, ആ യെല്ലോ ലൈനിൽ അപ്പോൾ മാമിയാണ് ഗ്രാമസഭയ്ക്ക് പോയിരുന്നു എന്ന് പറഞ്ഞില്ല. ഗ്രാമസഭയുടെ വിശേഷങ്ങൾ പറയുമായിരുന്നു. ഇവിടെ നിറയെ പന്നിശല്യമുണ്ട്. കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുന്നതൊക്കെ പന്നി കുത്തിക്കളയും. അപ്പോൾ അതിൻ്റെ കാര്യം ആരൊക്കെയോ ചോദിച്ച കാര്യം പറഞ്ഞ് ചിരിക്കുമായിരുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ടതെല്ലാം നട്ട് വയ്ക്കും, പന്നി വന്ന് അത് തിന്നുകൊണ്ട് പോകും. അതിനൊരു പ്രതിവിധിയും കൂടി പറയുന്ന ആരോ പറഞ്ഞിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ പന്നിയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ താനും. അപ്പോൾ എന്തായാലും നമ്മളൊരു ഭാഗ്യപരീക്ഷണം പോലെ വല്ലതുമൊക്കെ നടാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മാമി കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. എന്തൊക്കെയോ കുറിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് വട്ടം കൂടി ഇരുന്ന് കഴിച്ചു. ചൂതുകൊണ്ട് എന്നെ അടുത്ത് കളഞ്ഞു താഴെ. അയ്യോ, എന്തോ മഴയാ, ഭയങ്കര മഴ. ഓടി പാഞ്ഞു വന്നു, എന്നിട്ടും നനഞ്ഞു. മോനുകുട്ടന്റെ തല ഞാൻ ഷാളൊക്കെ കെട്ടി ഉടുപ്പങ്ങ് മാറും. കൈയും കാലിലും കൈയും ഉടുപ്പും മാറും. ഈ പെരുമഴയത്തെ പാർക്കിനെ കാണാൻ പോയിരുന്നെങ്കിൽ. എന്തോ മഴ എത്ര നേരം കൊണ്ട് പെയ്യുവാന്നറിയാം. ഇനി ഉള്ളത് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലും മരക്കിടന്ന് ഉറങ്ങും. മാമി എനിക്ക് മത്തങ്ങാക്കറി തന്നു. മത്തങ്ങ ജാനിക്കുട്ടിയുടെ ഞാൻ വീഡിയോ കാണിച്ചില്ലേ, ജാനിക്കുട്ടി നട്ട് വളർത്തിയതാണ് മത്തങ്ങ കാണിച്ചില്ലേ. അത് ഇന്ന് കറി വെച്ചു. അപ്പൊ ആ കറി എനിക്ക് ഇച്ചിരി മാമി തന്നു വിട്ടിട്ടുണ്ട്. അപ്പൊ ചോറ് ഇരിപ്പുണ്ട്, അതൊക്കെ കൂട്ടി നമുക്ക് അങ്ങനെ കഴിക്കാം. അപ്പൊ ഇന്നത്തെ പകല് ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി. ഒന്ന് ഫ്രഷായി അത്താഴവും കഴിച്ചേച്ച് നമുക്ക് കിടക്കാം. ചെറിയ കുറച്ച് പണികളുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനും വേറെ കുറച്ച് പണികൾ, അതെല്ലാം ചെയ്ത് തീർത്തിട്ട് നമ്മൾ ഇന്നങ്ങ് കിടക്കും. ചോറൊക്കെ ഒന്ന് ചൂടാക്കാം. 7:45 നമുക്ക് ചോറിടാം. പോയിട്ട് എളുപ്പമെന്ന് പറഞ്ഞോന്ന് കണ്ടുകൊണ്ട് അങ്ങ് തോന്നിപ്പോണേ. പോയിട്ട് സന്ധ്യയ്ക്ക് മുമ്പേ അങ്ങ് പോരണോന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് പോയതാ. പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോ തൊട്ട് പെരുമഴ. പിന്നെ ജാനിക്കുട്ടി അതിനെ പ്രതീക്ഷിച്ചിരിക്കുക. ജാനിക്കുട്ടി ഡ്രസ്സ് ചെയ്തൊക്കെ നിൽക്കുമായിരുന്നു പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്താ നമുക്ക് ഇവിടെ ഇച്ചിരി ഐസ്ക്രീം ഒക്കെ ഇരുന്നു. ഐസ്ക്രീമും ഡയറി മിൽക്കും ഒക്കെ കൊണ്ട് കൊടുത്ത് അതിനകത്തൊക്കെ അങ്ങ് ആയിപ്പോയി. പിന്നെ പറ്റിയ വിഷമമൊന്നും പറഞ്ഞില്ല. ഞാൻ അടുത്ത ആഴ്ച പോകാന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തെടുത്തു. പോയായിരുന്നു ആകെ വലഞ്ഞ് അട്ടുകൂടി മഴയായിരുന്നു. മീൻ വറുത്തത്, നെത്തോലി വറുത്തത് വീട്ടിൽ പോകും കേട്ടോ. മത്തങ്ങാക്കറി, നെത്തോലി വറുത്തത്, അച്ചാർ പോലെ മതി. പപ്പടം വേണമെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പപ്പടം ഇരിപ്പുണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞോ? കാണിച്ച്. ബാ കഴിക്കാം. ഇപ്പൊ എഴുതിയിടുക. അന്നേരം പോയിട്ടില്ലേ.
ഇന്നത്തെ നമ്മുടെ കുഞ്ഞത്താഴം വിളമ്പാം. ചോറ്, നെത്തോലി വറുത്തത്, ഒരു കണ്ണിമാങ്ങ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. ഇച്ചിരി ചാറ് ഒഴിക്കാം, നല്ല രുചിയാണ് ചാറിന്. ഓ ആ ബാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം റെഡി. പതിവുള്ളതുപോലെ എൻ്റെ ചക്കര മുത്തുമണികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ പറയുന്നു കേട്ടോ. ഇച്ചിരി ചോറും മത്തങ്ങാക്കറി ഒഴിച്ച് കഴിക്കുക. നാരങ്ങാച്ചാറും ഇച്ചിരി കൂട്ടാം, അപ്പം ശരിയാവും. കടുമാങ്ങയുണ്ട്, നാരങ്ങാച്ചാറുണ്ട്, എല്ലാം ഉണ്ട്. ചമ്മന്തിപ്പൊടിയുണ്ട്. കഴുകി മോനുകുട്ടനെ കറികളൊക്കെ കൂട്ടി പഠിപ്പിക്കണം. തോരനും മെഴുക്കുവരട്ടിയൊക്കെ മോനുകുട്ടൻ കഴിക്കണം എന്നൊക്കെ ഒരു ആൻറ്റി പറഞ്ഞു കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും കഴിച്ചില്ലെങ്കിൽ ഭയങ്കര വയ്യാഴിയൊക്കെ വരുമെന്ന്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.